അതിന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ചേട്ടൻ്റെ ഇറക്കുക അല്ല ലീവ് എടുത്താലും 1 മാസമൊക്കെ ഇരുന്നിട്ട് പിന്നെ ജോലിക്ക് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റുമോ? ചേട്ടൻ ചോദിക്കാം. ഞാനിവിടെ ഇരിക്കണം, ചേട്ടനെങ്ങും ഇഷ്ടമൊന്നുമില്ല. എല്ലാ ഭർത്താക്കന്മാരും പറയും ലീവ് എടുത്തിട്ട് വീട്ടിൽ ഇരി എന്നൊക്കെ ഭാര്യമാരോട് പറയും. പക്ഷെ ഈ ചേട്ടൻ പറഞ്ഞു എന്നോട് ജോലിക്ക് എവിടെയെങ്കിലും ഇരിക്കണ്ടെന്നാണ് പറഞ്ഞത്. കാരണം എന്നാന്നറിയില്ല. ചേട്ടൻ്റെ ആ മുഖത്തേക്ക് നോക്കിക്കേ, ആ മുഖത്ത് ഭയങ്കരമായ കള്ളത്തരത്തിന്റെ കൂമ്പാരത്തോട് കൂടി. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴേ ആൻസുകുട്ടനൊരു സന്തോഷ വാർത്തയുണ്ട്. ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നണം. ആ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്കെങ്കിലും അത് അറിഞ്ഞു കാണുമായിരിക്കും. പക്ഷേ ലോങ് വീഡിയോ കാണുന്നവരാരും ഷോർട്ട് വീഡിയോ കാണാറില്ല, ഷോർട്ട് വീഡിയോ കാണുന്നവരാരും ലോങ് വീഡിയോയും കാണാറില്ല അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. എല്ലാവരും ഒന്നും കാണാറില്ല, കുറച്ച് പേരൊക്കെ കാണാറുണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് നീങ്ങുവാ. അങ്ങനെ വെക്കേഷനൊക്കെ ആയി. ആൻസുകുട്ടൻ 27-ാം തീയതി പരീക്ഷയൊക്കെ തീർന്ന് ആൻസുകുട്ടൻ ഫ്രീ ആയി. കൂട്ടുകാരൊക്കെ ഇപ്പോൾ അതാ കളിക്കാൻ വരാറുണ്ട്. ഇവിടെ വന്നിട്ട് എല്ലാവരും കൂടെ കൂടി കളിക്കാറൊക്കെ ഉണ്ട്. പിന്നെ അന്ന് പെരുമ്പാമ്പ് ആൻസുകുട്ടനെ പിടിച്ച് വിഴുങ്ങാൻ നോക്കിയാൽ പിന്നെ നമുക്ക് ചെറിയൊരു പേടി ഇല്ലാതില്ല. അപ്പോൾ വെക്കേഷൻ ആയാലും എനിക്ക് കോളേജ് അടയ്ക്കാറില്ല കേട്ടോ. നമുക്ക് സെമസ്റ്റർ ആയതുകൊണ്ട് സെമസ്റ്റർ എക്സാം ഇപ്പം 5th സെമ്മിൻ്റെ എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഏപ്രിലും മെയിലും ഫുള്ള് ക്ലാസ് ഉണ്ടാകും. എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ഹോളിഡേ തരാറുള്ളൂ. ശനി ഞായർ ഹോളിഡേ ആയിരിക്കും. പിന്നെ ഇതുപോലെ ഈസ്റ്റർ, പെസഹ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ, വിഷുവിനൊക്കെ ഹോളിഡേ കിട്ടാറുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് കോളേജ് ഉണ്ടാകും. ക്ലാസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് അവിടെ എന്തെങ്കിലും വർക്കുകളോ എക്സാം ഡ്യൂട്ടിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അടുത്ത സെമ്മിലേക്കുള്ള പ്രിപ്പറേഷൻസ്, ക്വസ്റ്റ്യൻ പേപ്പർ മേക്കിങ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും. ഇനിയിപ്പോൾ കോളേജ് തുറന്ന് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് വാല്യുവേഷനായി, പേപ്പർ വാല്യുവേഷനൊക്കെ പോകണം. അപ്പോൾ ഞാൻ രാവിലെ അങ്ങ് ജോലിക്ക് പോകും. 8:30 ആകുമ്പോഴത്തേക്കും ഞാൻ പോകും. ആ സമയം കൊണ്ട് ആൻസുകുട്ടനും പോകും. പിന്നെ ആൻസ് 4 മണിയോട് കൂടിയൊക്കെ തിരിച്ചു വരും. ഫുട്ബോളൊക്കെ ഉണ്ടെങ്കിൽ 5-5:30 ആവും തിരിച്ചു വരുമ്പോൾ. നീ ഇവിടെ എത്തുമ്പോ 5 മണി കഴിയും. ഇനി ഞാൻ 5 മണി കഴിഞ്ഞു വന്ന അപ്പം ഞാൻ 4:30 ആകുമ്പോഴത്തേക്ക് എത്തും. പിന്നെ വീട്ടിലുള്ള എന്തെങ്കിലും പണികൾ കാണും. ആൻസുകൂടൻ്റെ കാര്യങ്ങളുമായിട്ട് നടക്കും. ഞങ്ങൾ തമ്മിൽ പരസ്പരം മിങ്കിൾ ചെയ്യാറുമില്ല, കാണാറുമില്ല. ഇപ്പം ഇവിടെ ഇരുന്നിട്ട് പോലും വലിയ മിങ്കിളും കാണാറൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഉള്ളിവട തിന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ നേരെ മൂത്ത ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചിയും മോളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ചേച്ചി ഉണ്ടോന്ന് ഉള്ളിവട. അപ്പം എനിക്കിപ്പം വേണ്ട. അപ്പോൾ ഞങ്ങൾ തമ്മിൽ കാണാറില്ല. പിന്നെ ഇതേ വരുന്ന അടുത്ത ആൾ കരഞ്ഞോണ്ട് വിളിച്ചോണ്ട് പോടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ ഇപ്പം കുട്ടികളുടെ കൂടെയൊക്കെ കുറച്ച് സമയമെങ്കിലും സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ അവരും നമുക്ക് പ്രായമായി നമ്മൾ ഫ്രീ ആയി വീട്ടിലിരിപ്പായി കഴിയുമ്പം ഇവർ ഈ നമ്മളെ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റും കുറയും, നമ്മളെ നോക്കത്തുമില്ല. അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആവശ്യങ്ങൾ മാത്രം നടത്തി തരും. 1 മിനിറ്റ് പോലും ചിലപ്പോൾ അടുത്തിരുന്നൊന്നും വരില്ല. അപ്പം അവർക്ക് കൊടുക്കേണ്ടുന്ന കെയറിങ്ങും സംരക്ഷണവും സ്നേഹവും അവർക്ക് ആ സമയത്ത് ഇവർക്ക് കിട്ടേണ്ടുന്നത് ആ സമയത്ത് കൊടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. അല്ലാതെ പിന്നീട് അതിലേക്ക് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ 2 മാസത്തേക്ക് ഏപ്രിൽ 1-ാം തീയതി മുതൽ മെയ് ലാസ്റ്റ് വരെ ജൂൺ 1-ന് ജോയിൻ ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ലീവ് എഴുതി കൊടുത്തു. ഞാൻ മാത്രമൊന്നുമല്ല, നമുക്ക് ലീവ് എടുക്കാം കേട്ടോ. വെക്കേഷൻ ടൈമിൽ നമുക്ക് ലീവ് എടുക്കാം. ഞാൻ മാത്രമല്ല 3-4 ടീച്ചേഴ്സ് ഇതുപോലെ ലീവ് എടുത്തിട്ടുണ്ട്. പിന്നെ കോളേജ് ബസ് ഈ സമയത്തൊന്നും ഉണ്ടാവില്ല, ലൈൻ ബസ്സിന് തന്നെ പോകേണ്ട വരും. പിന്നെ ഒന്നാമത് പേടി കൊണ്ട് കൂടിയാട്ടോ. ഞാനിവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഇവൻ അങ്ങോട്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വിളിക്കാം. ഞാനില്ലെങ്കിൽ ഇവൻ്റെ തോന്നിവാസത്തിനൊക്കെ ഇറങ്ങിയിടുന്ന അതായി. പിന്നെ കോളേജിൽ ഇരിക്കുമ്പോൾ വിളിക്കും. പിന്നെ ഇവൻ എന്നെ ഇങ്ങോട്ട് വിളിക്കും, എപ്പോഴും വിളിക്കും. വീഡിയോ കോൾ ചെയ്തുകൊണ്ടൊക്കെ വിളിക്കും. അത് ഞാൻ ചിലപ്പോൾ പഠിപ്പിക്കുമ്പോഴോ
ഞാൻ പഠിപ്പിക്കുമ്പോ നിന്റെ കോള് വന്നാ എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റുവാടാ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഇവൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം ദിവസം ഞാനും ഇവിടെ ഇരിക്കാം എന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. പക്ഷെ പകല് ഇതുപോലെ മൊബൈൽ നോക്കാൻ പറ്റില്ല കേട്ടോ കേട്ടോ. അത് ഫുൾ ടൈം ആ ഞാൻ പറഞ്ഞ നമുക്കൊരു സിനിമ കാണാടായിരുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് അവന്റെ അവർക്ക് അത് കാണാൻ വന്നില്ല. ഞാൻ എപ്പോ വരാന്ന് പറഞ്ഞു? എപ്പോ? ഇപ്പോഴോ? ഇപ്പൊ നമ്മള് കലം വാങ്ങാൻ പോവാ. നാളെ പെസഹായാണ്. പെസഹായ്ക്ക് പാല് കുറുക്കാനായിട്ട് പുതിയ കലം പുതിയ ചിരട്ടത്താവിയും വാങ്ങണം. നമ്മൾ വാങ്ങണ കൂട്ടത്തിൽ നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്കും കൂടെ നമ്മൾ വാങ്ങും. അപ്പോൾ ആ ചേട്ടൻ നിങ്ങളുടെ വെറുതെ കടയിലേക്ക് പോകണ്ടല്ലോ. അപ്പോൾ നമ്മളേതായാലും വാങ്ങാൻ പോകും. അപ്പം അവർക്ക് കൂടി നമുക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാമെന്ന് ഓർത്ത് ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിരിക്കുമ്പോഴാണ് ഈ കാര്യം എല്ലാവരോടൊന്ന് ഷെയർ ചെയ്യാലോ എന്ന് ഓർത്തത്. കാരണം അതും ആരിലേക്കെങ്കിലൊക്കെ എത്തുവാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലേ നിങ്ങൾ പറയണം കേട്ടോ. ചിലർ പറയുമായിരിക്കും, അല്ലെങ്കിൽ ചിലരെങ്കിലും പറയുന്നുണ്ടാകും മക്കൾക്ക് വേണ്ടിയല്ലേ ജോലി ചെയ്യുന്നത്. നമ്മൾ ലീവ് എടുത്ത സാലറി കിട്ടത്തില്ല കേട്ടോ. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ, സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അപ്പം എല്ലാവരും ലീവ് എടുത്ത അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ, അവർക്ക് വേണ്ടിയിട്ടല്ലേ, അവർക്കത് മനസ്സിലാക്കി കൂടെയെന്ന്. പക്ഷെ അവർക്ക് കുറേ കാശിനേക്കാൾ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന കുറേ സാധനങ്ങളെക്കാൾ വാല്യൂ ചിലപ്പം നമ്മൾ അടുത്തിരിക്കുന്നതോ നമ്മൾ കൂടെയുള്ള സമയങ്ങളൊക്കെ ആയിരിക്കും. അവരത് ചിലപ്പോൾ പറയില്ല. അല്ലെങ്കിൽ മമ്മി അല്ലെങ്കിൽ പപ്പ ജോലിക്ക് പോകുന്നത് എനിക്ക് വേണ്ടിയിട്ടാണല്ലോ, അതുകൊണ്ട് അവരതങ്ങ് ഉള്ളിലേക്ക് ഒതുക്കിക്കളയും. പിന്നെ വളർന്ന് വരുമ്പം ഇവരതേപടി ചിന്തിക്കും. ഞാൻ ജോലി ചെയ്യുന്നത് പ്രായമായ പേരൻസിനെ നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ എനിക്കത് പോയാലേ പറ്റൂ, അവരുടെ അടുത്ത് എനിക്ക് എപ്പോഴും ഇരിക്കാൻ പറ്റുമെന്ന് ഇവരങ്ങ് ചിന്തിക്കും. അപ്പോൾ പിന്നെ ഇപ്പോഴേ നമ്മൾ കൊടുക്കുന്ന വഴി, നേരായ വഴി കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വയ്ക്കുകയാണെങ്കിൽ അവരും പേരൻസിന് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും സമയം നമ്മളൊരു 2 ദിവസം മാറ്റി വെച്ചാൽ ചിലപ്പോൾ അവർ അരമണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ഭാവിയിലേക്ക് മാറ്റി വെച്ചേക്കാന്നാ പറയാന്നുള്ളൂ. അപ്പോൾ അതാണ്. ഇപ്പോൾ ഉണ്ടാവോ ദൈവത്തിന് അറിയാം. ഇതൊക്കെ കൊണ്ടുപോകണം. ഇതൊക്കെ റെക്കോർഡാണേ, റെക്കോർഡിക്കൽ തെളിവുകളാണ്. ഇത് തന്നെ പറഞ്ഞു. 10 കൊല്ലം കഴിയുമ്പോഴും പറയണേ. നിനക്ക് വേറെ ഫാമിലിയൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടിട്ടാണ് നിനക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ മേത്തോണ്ട് എണ്ണ തേച്ച് വെച്ചേക്കരുത്. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാൾ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കുവാണ്. ഇവനെ ഒന്ന് ശരിക്കൊന്ന് കാണാനായിട്ട് വേണ്ടിയിട്ട്. ഇല്ല, കണ്ടില്ല, ശരിക്കും കണ്ടിട്ടില്ല ഇതുവരെ. വീഡിയോ എടുത്ത് നോക്കിയാൽ മതിയോ? അപ്പൊ ഇത് തന്നെ ഇവ വയസ്സ് ചെല്ലുമ്പോഴും പറയും, എന്നെ കാണണമെങ്കിൽ ആ വീഡിയോ എടുത്ത് നോക്ക് തള്ളേന്ന് പറയും. അയ്യോ, എന്തൊരു പതപ്പിക്കണേ ഇപ്പൊ ഇവനെങ്ങനെ പതപ്പിക്കുവേ. അപ്പൊ എന്താണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടല്ലേന്ന് പറയുമ്പം അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളടുത്തുള്ള അവരുടെ മെമ്മറിയിലും അവർ വളരുമ്പോഴും അവർക്ക് ഓർക്കണം, എനിക്ക് വേണ്ടിയിട്ടും ജോലി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് കുറച്ച് നാൾ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ അവരും ചിന്തിക്കും. പിന്നെ അതൊക്കെയാണ് നമുക്ക് വേണ്ട കാര്യം. ഇത്രയൊക്കെയുള്ള ഈ ഒരു ചെറിയൊരു കാര്യം പറയാനായിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ 2 മാസത്തേക്ക് ചേട്ടന് ശല്യമായിട്ട് ഞാനിവിടെ കാണും. ചേട്ടൻ എന്നോട് ചോദിച്ചാൽ അതല്ല ഏറ്റവും രസം എന്താണെന്നറിയാമോ? ചേട്ടൻ്റെ മുമ്പിൽ വെച്ചിട്ട് ചോദിക്കാം, ചേട്ടൻ അവിടെ ഉണ്ട്, ചേട്ടൻ്റെ അടുത്തേക്ക് പോവാം, വാ. അപ്പം ഞാൻ ലീവ് ലെറ്ററൊക്കെ എഴുതി കൊടുത്തിട്ട് ഞാൻ ചേട്ടനെ വിളിച്ചിട്ടോ. അത് ഞാൻ പ്രിൻസിപ്പളിനോട് ചെന്ന് ചോദിച്ചു, മിസ്സേ എനിക്കിങ്ങടെ 2 മാസത്തേക്ക് ലീവ് വേണം, വേറൊരു മിസ്സ് കൊടുക്കണുണ്ടപ്പം ഞാൻ പറഞ്ഞു. അപ്പോൾ മിസ്സ് പറഞ്ഞാൽ ലെറ്റർ എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ലീവ് ലെറ്ററൊക്കെ എഴുതി കൊടുത്ത് 2 മാസത്തെ ലീവൊക്കെ എടുത്തിട്ട് ചേട്ടനോട് പറഞ്ഞു. ചേട്ടനോട് നേരത്തെ പറഞ്ഞായിരുന്നു ലീവ് എടുക്കുന്ന കാര്യം. ചേട്ടനോട് ചേട്ടാ ലീവ് എടുത്തോട്ടോ. അതിന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുക, അല്ല ലീവ് എടുത്താലും
1 മാസമൊക്കെ ഇരുന്നിട്ട് പിന്നെ ജോലിക്ക് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റുമോ? ചേട്ടൻ ചോദിക്കാം, ഞാനിവിടെ ഇരിക്കണം, ചേട്ടനങ്ങും ഇഷ്ടമൊന്നുമില്ല. എല്ലാ ഭർത്താക്കന്മാരും പറയും ലീവ് എടുത്തിട്ട് വീട്ടിൽ ഇരി എന്നൊക്കെ ഭാര്യമാരോട് പറയും. പക്ഷെ ഈ ചേട്ടൻ പറഞ്ഞു എന്നോട് ജോലിക്ക് എവിടെയെങ്കിലും ഇരിക്കണ്ടെന്നാ പറഞ്ഞത്. കാരണം എന്നാന്ന് അറിയില്ല. ചേട്ടൻ്റെ ആ മുഖത്തേക്ക് നോക്കിക്കേ, ആ മുഖത്ത് ഭയങ്കരമായ കള്ളത്തരത്തിന്റെ കൂമ്പാരത്തോടു കൂടി ഒരു ചിരി ഉണരുന്നത് ഒരു ചിരി. പിന്നെ എന്തിനാ എന്നോട് ഇവിടെ ഇരിക്കണ്ട പുകള പറഞ്ഞേ? പറഞ്ഞു ജോലിക്ക് വെക്കോളെ. ഇവിടെ പറഞ്ഞിരിക്കണ എന്തിനാന്ന്? പിന്നെ ജോലിക്ക് പോകുന്ന സമയത്ത് ജോലിക്ക് പോകണം. അപ്പൊ ഞാൻ ചെയ്യേണ്ട ജോലികളല്ലേ ഞാൻ ചെയ്തല്ലേ. ഞാൻ 2 മാസം വെറുതെ വീട്ടിലൊന്ന് റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഞാൻ റെസ്റ്റ് പീസ് ആകുമെന്ന് ചേട്ടൻ അറിയില്ലേ? പിന്നെ RIP ബോർഡും വെച്ചിട്ട് ഭിത്തി തൂങ്ങി കിടക്കേണ്ട വരും, അല്ലെങ്കിൽ വല്ല മൊബൈലിൽ കൂടെ ഒക്കെ തൂങ്ങി കിടക്കേണ്ട വരും. RIP ബോർഡും വെച്ച് ദിവസം ഇങ്ങനെ ജോലി ചെയ്ത് നമ്മുടെ എനർജി പോയാൽ നമ്മൾ പെട്ടെന്ന് പരലോകത്തിലേക്ക് കരയറ്റപ്പെടും. അല്ലേ? നമ്മൾ സ്ഥിരമായിട്ട് ജോലിക്കൊക്കെ കടന്ന് നമ്മൾ റെസ്റ്റ് ഒന്നും എടുത്തിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് പരലോകത്തിലേക്ക് കരയറ്റപ്പെടും. RIP റെസ്റ്റ് ഇൻ പീസ്. പറ, ഇവിടെ നോക്ക, ഒന്നും പറയാനില്ലേ? ഞാൻ ഇവിടെ ഇരിക്കണ ഇഷ്ടല്ലേ? അങ്ങനെയാണ് ഈ നാട്ടിൽ ആൾക്കാർ കാണൂല്ലോ. അതൊന്നുമല്ല, ഞാൻ എന്റെ കാര്യം ചോദിച്ചാൽ നാട്ടുകാരുടെ കാര്യം ചോദിക്കണ്ട. രാവിലെ 9 മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി വരെ അതുപോലെ മെന്റൽ സ്ട്രെസ്സുമായിട്ട് ചെറുപ്പത്തിലെ ആളുകളെല്ലാം കാഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അതൊന്നും അറിയാൻ പാടില്ലേ? എന്നാ പിന്നെ ഇങ്ങോട്ടാ ഡിപ്രഷൻ, മെന്റൽ സ്ട്രെസ്, സൂയിസൈഡ്, അങ്ങനെ അവർക്ക് പലവിധ രോഗങ്ങളിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കണം. നമുക്ക് കുറച്ച് മെന്റൽ റിലീഫ് വേണ്ടേ, റിലാക്സ് വേണ്ടേ? എന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ ഇരിക്കണ ഇഷ്ടമല്ലെന്ന് പറയാം. ആ ചോദിക്കുമ്പോ വിഷയമാ വാക്ക് എന്നിട്ടാ പിന്നെ ഒന്നും പറയാതെ ഇത് മേത്തൊക്കെ തുപ്പി കഴിക്കണെന്നോ തിന്നതാ? പറ എന്ന് പറയാനും ലീവ് എടുത്തു. ഇനി 2 മാസം അടിച്ചു പൊളിക്കുന്നു. ജൂൺ 1-ാം തീയതി പോയി വീണ്ടും ജോയിൻ ചെയ്യുന്നു. ജൂൺ 1-ാം തീയതി വരാൻ വേണ്ടി ചേട്ടൻ ഇങ്ങനെ കലണ്ടറിൽ റെഡ് കളർ ലിൻഡോ മാർക്ക് മനസ്സിൽ വരയ്ക്കും. ഞാൻ ദിവസം പോലും എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ അന്നേരം പറഞ്ഞു ഇന്നിപ്പോ ഏതോ ദിവസം ഞാൻ ഇന്ന് വ്യാഴാഴ്ച നോക്കിയിരിക്കുക. അല്ലാതെ എപ്പോഴത്തേക്ക് നോക്കാനുള്ള പണിക്കണം എനിക്കിട്ടല്ലേ. നമുക്ക് പോയിട്ട് സമയം 6 അപ്പം ഞങ്ങൾ പോയിട്ട് പെസഹ പാലുണ്ടാക്കാനുള്ള കലവും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ഷോർട്സ് ഒക്കെ ഒന്ന് കയറി കാണണം കേട്ടോ. ലോങ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഷോർട്സ് ഒക്കെ ഒന്ന് കയറി കാണണം. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ദിസ് സൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.